ഒരു സൂര്യോദയം കാണാമെന്ന ആൾക്കാരാണിത്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഈറ്റർ ട്രാവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീട്ടിൽ നിന്ന് 6 മണിക്ക് ശേഷം ഇറങ്ങിയോണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ തൊടുപുഴ എത്തിയിട്ടൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വെച്ചു. അപ്പോൾ അതെ, ഞങ്ങളിനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇപ്പോൾ ഇത് സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് മാക്സിമം ഒരു 73 കിലോമീറ്റർ, 2.5 മണിക്കൂർ എന്നാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. ഇതാണ് നേരിമംഗലം പാലം. ഈ പാലം കയറി കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കാടാണ്, ഒരു 15 കിലോമീറ്ററോളം. നമ്മൾ കഴിച്ച ഹോട്ടലിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഈ കാട്ടിൽ ഭയങ്കരമായിട്ട് ആനശല്യമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളോട് പോകില്ലെന്നൊക്കെ പറഞ്ഞു. ബൈക്ക് കൊണ്ടാണെങ്കിൽ വളരെ റിസ്ക് ആണ് ഈ റൂട്ട് എന്നൊക്കെ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് കേൾക്കാതെ വിട്ടുപോകുന്നു. കാരണം നമുക്ക് ജോലിയും ലീവും ഒക്കെ ഒരു പ്രോബ്ലം ആകും. നമ്മളൊരു മാക്സിമം ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചത് ഇതിലൊരു വലിയ വണ്ടി വരുവാണെങ്കിൽ അതിന് പുറകെ വെച്ച് പിടിക്കണം. പക്ഷേ വലിയ വണ്ടി ഒന്നും കിട്ടി. 2 ഡൊമിനാറുകാരന്മാരെ കിട്ടി. അവരാണെങ്കിൽ ഒടുക്കത്തെ പോകും. പ്രസ്പിനാണെങ്കിൽ അവരെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് നോക്കി, പക്ഷെ കിട്ടിയില്ല. നമ്മളങ്ങനെ ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേനും മൂന്നാറെത്തി. ഒരു 700 രൂപയ്ക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റൂം കൊടുത്തു കേട്ടോ. അപ്പോൾ 1 മണിക്ക് ഞങ്ങളിത് മൂന്നാറിലെത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 3 മണിക്ക് കഴിഞ്ഞിട്ട് ഒഴുകുമല 5 മണിക്ക് ഇറങ്ങി ഞങ്ങള് 107 സബ്സ്ക്രൈബറിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ കാണാം. ഹായ്, ഹലോ, മോർണിംഗ്. നമ്മൾ രാവിലെ എണീറ്റത് കൊളുക്കുമല പോലുള്ള തയ്യാറെടുപ്പായിരുന്നു. കുറച്ച് നാളെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ റെഡിയായി. മുടിഞ്ഞ തണുപ്പാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ രാവിലെ 3 മണിക്ക് എണീറ്റ് റൂമെല്ലാം വെക്കിയിട്ട് സൂര്യനെല്ലിക്ക് വേണ്ടി ഇറങ്ങി. തണുപ്പാണെങ്കിൽ ഒരു രക്ഷയില്ല. പ്രസ്പിനാണെങ്കിൽ വണ്ടി ചൂപ്പാടായിരിക്കുക. വൺ സൈഡ് തന്നെ 100-110 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ അവിടുന്ന്. ഇന്നലെ വന്നിട്ട് ആകെ ഉറങ്ങിയത് 1 മണിക്കൂറാണ് ആകെ. പ്രസ്പിനാണെങ്കിൽ എന്നെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല. തണുപ്പടിച്ചിട്ടാന്ന് തോന്നുന്നു മിസ്സിങ്. എന്താ ഓഫാക്കി? ഓഫായി പോയതൊന്ന് ഓഫാക്കിയതാണ്. മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലിക്ക് 30 കിലോമീറ്റർ, മാക്സിമം ഒരു 1 മണിക്കൂർ. തണുപ്പായ കാരണം വണ്ടി അത്ര സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങളിത് വഴിയോരക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. കഴിക്കാനുണ്ടോടാ? കഴിക്കാനുണ്ട്. ചന്ദ്രൻ നോക്കി അടിപൊളിയായിട്ട് ഇരിക്കുന്നു. അയ്യോ, ഞാനും കൈ ചൂടാക്കട്ടെ എൻ്റെ അമ്മ. അങ്ങനെ ഈ തണുപ്പത്ത് ചൂട് ചായ കുടിച്ച് നമ്മൾ തണുപ്പൊക്കെ മാറ്റി നമ്മൾ സൂര്യനെല്ലിക്ക് യാത്ര തിരിച്ചു. ഒരു 5 മണിയോടെയൊക്കെ സൂര്യനെല്ലി എത്തി. ലാസ്റ്റ് ജീപ്പ് 2 പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവന്മാർ ഈ ആൾ കഴിഞ്ഞാൽ ജീപ്പ് എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരാൾക്ക് 500 രൂപ വെച്ച് നമ്മളിത് ജീപ്പിൽ കയറിയിരുന്നു. പിന്നെ ഇത് ഈ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അല്ലാത്തവർ സഹിച്ചേ പറ്റത്തുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡായിരുന്നു. സൈക്കിളിന്റെ ചെയിൻ പോലെ പോയി നട്ടല്. സൺറൈസ് ഈ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോഡിനായ്ക്കന്നൂർ താലൂക്കിലാണ്. പക്ഷേ ഈ കൊളുക്കുമല വ്യൂ പോയിന്റിലേക്ക് പോകാൻ കേരളത്തിലെ സൂര്യനെല്ലി വഴി മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കയറി പോകുന്ന വഴി ഡേഞ്ചറാണ്. കാരണം ഒരു മലയുടെ മുനമ്പിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. 2 സൈഡും കൊക്കയാണ്. ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ നമ്മൾ ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം പോകാൻ.
ഇതാണ് നമ്മൾ കണ്ട സൂര്യോദയം. എന്ത് രസമാണെന്ന് നോക്കിയാൽ സൂര്യനെ കാണാൻ തന്നെ. സൂര്യൻ്റെ ആ ഗോൾഡൻ രശ്മികൾ ആ മഞ്ഞിനെയൊക്കെ വകഞ്ഞു മാറ്റി ആ പച്ചലിലേക്ക് വന്നടിക്കുമ്പോഴൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ തന്നെ. എനിക്കൊന്ന് നമ്മൾ കയറി വന്ന വഴികളാണെന്ന് തോന്നുന്നു താഴെ കാണുന്നത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 7730 അടി ഉയരത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലൗഡ് ബെഡും സൂര്യനും തിപ്പട്ടമലയും ഇവർ മൂന്നുപേരും ഒന്നിച്ചു വന്നാലേ ഈ സൂര്യോദയത്തിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കിട്ടിയ സൂര്യോദയം കുഴപ്പമില്ല. ഈ ക്ലൗഡ് ബെഡൊക്കെ കിട്ടണമെങ്കിൽ നവംബർ മാസത്തിൽ വരണം എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ മീശപ്പുലിമലയും തിപ്പട്ടമലയൊക്കെ ഈ കൊളുകുമലയ്ക്ക് ഓപ്പോസിറ്റാണ് കേട്ടോ. ഈ കൊളുകുമല വന്നാൽ മെയിനായിട്ടും കാണേണ്ട രണ്ടെണ്ണമാണ്. ഒന്ന് സൂര്യോദയം, ഒന്ന് സിംഗപ്പാറ. അത് കണ്ടില്ല, നമ്മൾ തിരിച്ചിറങ്ങിപ്പോയി. നമ്മൾ താഴെ എത്തിയപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ നിന്നേൻ്റെ കുറച്ചുകൂടെ താഴെയാണ് ഈ സിംഗപ്പാറ വരുന്നത്, അത് കാണാൻ വേണ്ടി ഞങ്ങളിത് പിന്നെയും തിരിച്ചു കയറി വന്നു. ഈ സിംഗപ്പാറ കാണാൻ പോകുന്ന വഴി ഡേഞ്ചറാണ് കേട്ടോ. സിംഗപ്പാറ ഈ മലയ്ക്ക് താഴെയാണ്, കുറച്ച് താഴോട്ട് ഇറങ്ങി പോകണം. കാരണം ഈ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരൊക്കെ ഇടിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് സൈഡും കുഴിയാണ്, ശ്രദ്ധിച്ച് പോകണം. ഇത് നമ്മൾ ഇടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പോകുന്നത്. നമുക്ക് എത്ര ഡേഞ്ചറാണെന്ന് നോക്കി ഈ വഴിയൊക്കെ. ശ്രദ്ധിച്ചിറങ്ങി പോകണം, ഇല്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ്. അങ്ങനെ സിംഗപ്പാറയും കണ്ടുപിടിച്ചു. ഇത് തപ്പി അങ്ങ് താഴെ വരെ പോയി. ഒരു സൂര്യോദയം കാണാൻ വന്ന ആൾക്കാരുടെ തിരക്ക് കണ്ടോ, അതും ഈ മലയുടെ മുകളിൽ. ഇത്ര ആൾക്കാർ, ലേഡീസും വയസ്സായവരും എല്ലാവരും ഈ കഠിനമായ ഓഫ് റോഡ് കയറി വരണമെങ്കിൽ ഈ കൊളുകുമലയിലെ സൂര്യോദയം ഒരു സംഭവം തന്നെ അല്ലേ. അങ്ങനെ നമ്മുടെ ജീപ്പ് മുന്നേ സൂര്യോദയം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി പോവുകയാണ്. ഈ നല്ല നല്ല വ്യൂ പോയിന്റിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരൊക്കെ നിർത്തി തരും കേട്ടോ. നമുക്ക് ഈ ജീപ്പൊക്കെ ഓഫ് റോഡ് ഇറക്കി വരുന്നത് കാണാൻ എന്ത് രസമല്ലേ, ചാടി ചാടി ചാടി. ഡ്രൈവിംഗ് രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഈ ഓഫ് റോഡിലും 2-3 ഓവർടേക്ക് ചേട്ടൻ തന്നെ വിലയല്ലേ. ഇതാണ് നമ്മൾ പോയ ജീപ്പ്. എന്ത് രസമാട്ടോ പുള്ളി ഡ്രൈവ് ചെയ്യുന്നറിയോ. ഞാൻ ഫാനായി പുള്ളിയുടെ ഒറ്റ പോക്കിന്. ഈ ഓഫ് റോഡിലും ഓവർടേക്കിംഗ് ഉണ്ടോ ഫോണിലായിട്ട്, അതും റണ്ണിങ് 2 ജീപ്പ്. അപ്പോൾ നമ്മളത് കുളുകുമല സൂര്യോദയം ഒക്കെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് 8 മണിയൊക്കെ ആയപ്പം ഇറങ്ങി തിരിച്ച്. നമ്മൾ ഈ ഗ്യാപ് റോഡ് വീഡിയോക്കകത്തൊക്കെ ഉണ്ടുള്ള പരിചയമില്ല, നേരിട്ടുണ്ടപ്പോഴാണ് ഒരു രക്ഷയില്ല കേട്ടോ ഗ്യാപ് റോഡ്. പിന്നെ പോകുന്ന കുറേ
ചെറിയ ചെറിയ മുട്ടക്കുന്നുകളും അങ്ങനെയൊക്കെ കുറേ വ്യൂസ് ഉണ്ട്, വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിൽ നല്ല തിരക്കാണ് കേട്ടോ. എനിക്കൊന്നും ഇത് ഇടയില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. മൂന്നാർ സിറ്റി ഇട കുറവാണ്. അതുമല്ല ഈ ടൂറിസ്റ്റ് ബസ്സുകളും വണ്ടികളൊക്കെ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് അലക്ഷ്യമായിട്ട് കൊണ്ട് പാർക്കിംഗ് ചെയ്തിട്ട് ഇപ്പോൾ പോകുന്ന വണ്ടികൾക്കാണെങ്കിൽ ഇടയില്ല, സൈഡ് കൊടുക്കാനും പറ്റത്തില്ല. ഒരു ഇട കുറവാണ് സിറ്റിക്ക്. ഞങ്ങളീ പോകുന്നത് തൊടുപുഴ ടു മൂന്നാർ റൂട്ടിൽ 2-3 വെള്ളച്ചാട്ടമുണ്ട്. അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ഇതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. നല്ല ഹൈറ്റിൽ നിന്നായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ചീയപ്പാറ വെള്ളച്ചാട്ടം. നമ്മൾ നൈറ്റല്ലേ അങ്ങോട്ട് പോയത്, കാരണം ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം ഇവിടെ കാണാൻ പറ്റിയത്. ഒരു രക്ഷമില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇവിടെ. തിരുവിതാംകൂറിൻ്റെ ഒരു പഴയൊരു ശിലാഫലകമൊക്കെ കാണാം ഇവിടെ. അന്നത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സേതുലക്ഷ്മി ബായി തമ്പുരാട്ടിയാണ് ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി സഞ്ചാരയോഗ്യമായി തുറന്നു കൊടുത്തത്. അവരുടെ ചിഹ്നവും കാര്യങ്ങളൊക്കെ. കേരള ഫോറസ്റ്റിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡാണിത്. താങ്കൾ റിസർവ് വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്, കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായേക്കാം എന്നൊരു മുൻകരുതൽ ബോർഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നാറിലേക്ക് പോകുന്ന ഫസ്റ്റ് ഹെയർ പിൻ. ഇത് ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്ന നേര്യമംഗലം പാലം. ഇടുക്കി ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇത് 1924 സേതുലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1935 മാർച്ച് 2-നാണ് ഈ പാലം ഗതാഗത യോഗ്യമായി തുറന്നു കൊടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക.